തമിഴ്നാട് മന്നപ്പുഴയിൽ മഹാശില അവശിഷ്ടങ്ങൾ. മഹാശിലായുഗത്തിലെ പെട്ടിക്കലറ അഥവാ സിസ്റ്റ് ബറിയലുകളുടെ കൂട്ടം ഇവിടെ കണ്ടെത്തി. ശബരിമല താഴ്വരകളിലും നിലയ്ക്കലും കേന്ദ്രീകരിച്ച് പമ്പാ തീരത്തുണ്ടായിരുന്ന പ്രാചീനമായ ജനവാസത്തിന്റെ തെളിവുകളാണിതെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. ഡസൻ കണക്കിന് പെട്ടിക്കല്ലറകൾ ചേർന്ന ക്ലസ്റ്ററുകൾ ഇവിടെ കണ്ടെത്തിയവയിൽപ്പെടും. ഇത്രയധികം പെട്ടിക്കല്ലറകളുടെ വ്യത്യസ്തമായ കൂട്ടം കണ്ടെത്തുന്നത് ആദ്യമായിട്ടാണ്. പമ്പ നദീതട പഠന ഗവേഷണ സമിതി ചെയർമാൻ ബാബു തോമസും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജീവ് പുലിയൂരും, പെരുനാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, പ്രദേശവാസികളായ സജീവൻ, സുഗതൻ എന്നിവരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ ക്രിസ്താബ്ദത്തിന് മുൻപുണ്ടായിരുന്ന വികസിത ജനജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശാൻ പര്യാപ്തമായ പുരാവസ്തു ശേഖരം കണ്ടെത്തിയത്. കൽപ്പാളികൾ പെട്ടികൾ പോലെ 4 വശവും കുത്തി നിർത്തി അതിൽ മൃതശരീരം അടക്കം ചെയ്യുന്ന രീതിയാണിത്. AD 500 മുതൽ BC 1200 വരെയാണ് ഇത്തരം ശവസംസ്കാരങ്ങളുടെ കാലമായി പൊതുവിൽ കരുതപ്പെടുന്നത്. ഇതുകൂടാതെ ഒരു മൂടിക്കല്ലിൽ കൊത്തിയ ചില പാറക്കോറലുകളും പെട്രോഗ്ലിഫ്സ് കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട് കീലടി പുരാവസ്തു ഖനനത്തിൽ നിന്ന് ലഭിച്ച ഇരുമ്പ് യുഗത്തിലെ തെളിവുകളുമായി പശ്ചിമഘട്ടത്തെ ഈ പ്രദേശത്തിന് ബന്ധമുള്ളതായി കരുതുന്നു. ഇവിടെ പുരാവസ്തു ഖനനങ്ങൾ തീർച്ചയായിട്ടും നടത്തപ്പെടേണ്ട ഒരു സ്ഥലമാണ്. തമിഴ്നാട് കീലടിയിൽ നിന്ന് 3000 വർഷങ്ങൾക്ക് മുകൾ പഴക്കമുള്ള ഇരുമ്പ് യുഗത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തമിഴ്നാടുമായിട്ടും കേരള തീരവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് സഹ്യപർവ്വതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശങ്ങൾ എന്ന് നമുക്ക് പറയാം. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു മനുഷ്യ സംസ്കാരത്തിന് മനുഷ്യരാശിയുടെ വിവിധ ജനവിഭാഗങ്ങൾ ജീവിച്ചതിൻ്റെയും ഒക്കെ തെളിവുകൾ, അതിൻ്റെയൊക്കെ പഴക്കം കൃത്യമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ഏനാദിമംഗലത്തു നിന്നും മറ്റു ചില പ്രദേശങ്ങളിൽ നിന്നും പെട്ടിക്കല്ലറകൾ കണ്ടെത്തിയിരുന്നെങ്കിലും അടുത്തടുത്തായി നിരവധി കല്ലറകളുടെ കൂട്ടം കണ്ടെത്തുന്നത് ഇതാദ്യമാണ്. പമ്പ നദീതട പഠന ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉടനെ തുടരന്വേഷണം ആരംഭിക്കും. പുരാവസ്തു വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും നേതൃത്വത്തിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. അതിലൂടെ കൃത്യമായ കാലഗണനയും മറ്റു പുരാവസ്തു പ്രാധാന്യവും കൂടുതൽ ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിയും. ശബരിമലയുടെ താഴ്വാരത്തിലും പമ്പയാറിന്റെ സമീപത്തുമാണ് പുതിയ കണ്ടെത്തൽ എന്നത് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പെട്ടിക്കല്ലറകളിൽ ഉത്ഖനനം നടത്താൻ കേന്ദ്ര സംസ്ഥാന പുരാവസ്തു വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നും പമ്പ നദീതട ഗവേഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത്തരത്തിൽ നാടിന്റെ ചരിത്രം ശാസ്ത്രീയമായി കണ്ടെത്തുമെന്നും PS മോഹനൻ, ഡോക്ടർ രാജീവ് പുലിയൂർ, ബാബു തോമസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.